നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും പാടില്ല, മനസ്സിലായോ? അങ്ങനെ എന്തേലും കൺമുന്നി കണ്ട നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടികളും അവള് കയറി പിന്നോട്ട് വലിക്കുക. ഒരടി മുന്നോട്ട് വയ്ക്കാൻ അവള് നമ്മളെ അനുവദിക്കുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അർച്ചനയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അർച്ചനയുടെ കാര്യത്തിൽ മാത്രം പോരാ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നാളെ ആ കുഞ്ഞ് നെല്ലിശ്ശേരിയുടെ അവകാശിയായി വളർന്നാ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അർച്ചനയും കുഞ്ഞും കഴിഞ്ഞേ ഉള്ളൂ സേതുമാധവൻ എന്ന അമ്മായച്ചനും മറ്റെന്തും. അതൊക്കെ എനിക്കറിയാം. പക്ഷെ കുറച്ച് സാവകാശം വേണം. ചാടിക്കയറി എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് ഇതിനേക്കാൾ വലിയ അപകടമായി മാറും. ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. കഴിക്കാം, കുറച്ച് കഴിയട്ടെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വാ നമുക്ക് കഴിക്കാം, എനിക്ക് വിശക്കുവാ. എത്ര ആഗ്രഹിച്ചെന്നറിയോ ഈ ഒരു രാത്രി? പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നിനക്കറിയാലോ. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത്. അതുകൊണ്ട് എന്താ, ആരൊക്കെ എതിർത്തിട്ടും നമ്മുടെ കല്യാണം നടന്നില്ലേ? ഇതിനകത്ത് എന്ത് നടന്നാലും അത് ഞാൻ അറിയും. അതിനുള്ള ഒളിക്യാമറകളൊക്കെ ഞാൻ ഈ മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും പാടില്ല, മനസ്സിലായോ? അങ്ങനെ എന്തേലും കൺമുന്നി കണ്ട നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. പിന്നെ എന്താ ഇങ്ങനെ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ ഇന്ന് ഇത്രയൊക്കെ ബഹളം ഉണ്ടായി ആകെ ക്ഷീണിച്ചതല്ലേ. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങാനോ? ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ രാത്രി കൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഈ രാത്രി ജീവിതത്തിൽ ഇന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നശിപ്പിച്ച് കളയല്ലേ ധനുഷ്. സോറി സ്നേഹ, ഇന്ന് ഞാൻ ആകെ ടയർഡാ. ഇന്ന് നമുക്ക് ഉറങ്ങാം. പ്ലീസ് പറയുന്ന കേൾക്ക്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു.
അച്ഛാ, അച്ഛൻ ഇവിടെ നിൽക്കായിരുന്നോ? ദാ ഞാൻ അകത്തൊക്കെ നോക്കിയായിരുന്നു. ഈ ജോലിയൊക്കെ എന്നും നീയല്ലേ ചെയ്യുന്നത്, ഇന്ന് ഞാൻ ചെയ്യാന്ന് കരുതി. അതല്ല കാര്യമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്നേഹയെ കാണാൻ വേണ്ടിയല്ലേ അച്ഛനിപ്പോ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയത്? അച്ഛൻ സ്നേഹയെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മറ്റാർക്കും അത് ഇഷ്ടാവില്ലെന്നേ ഉള്ളൂ. ചില കാര്യങ്ങളുണ്ട് മോളെ, അതൊക്കെ എനിക്ക് ചെയ്യണം. ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടാവാന്ന് കരുതിയാ ഞാൻ നിന്നത്. ഞാനിവിടെ നിൽക്കുന്നത് സ്നേഹമോളെ കാണാനാന്ന് നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിന്നോട് തന്നെ ചോദിക്കാം. സ്നേഹയുടെ കല്യാണം എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അന്ന് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴും അതേ സ്വപ്നത്തിൽ നിന്നുകൊണ്ടാ എല്ലാം നടത്താമെന്ന് കരുതിയത്. അവളുടെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്നെങ്കിലും അവളെ മറ്റൊരാൾക്ക് പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ കൊടുക്കണമെന്ന് കരുതിയതാ. ഒരു തവണ ഞാൻ അതിനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അന്ന് അവളുടെ വിവാഹ സമയത്ത് അത് എടുക്കാനും കൊടുക്കാനും ഒന്നും കഴിഞ്ഞില്ല. സച്ചിയെ കാണാതായതൊക്കെ കാരണം ഒന്നിനും പറ്റിയില്ല. ഇപ്പോ അവളായി തന്നെ അവളുടെ ജീവിതം തിരഞ്ഞെടുത്തു. നമ്മുടെ എല്ലാം എതിർപ്പിനെ വകവയ്ക്കാതെ അവള് ധനുഷിനെ വിവാഹം കഴിച്ചുവെങ്കിൽ അവളവനെ എത്രമാത്രം സ്നേഹിച്ചു കാണണം. പഴയതൊന്നും മനസ്സിൽ വെക്കാനും അത് വിദ്വേഷമായി കൊണ്ടു നടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ആഭരണങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് ഞാൻ. മോളുടെ അഭിപ്രായം എന്താ? സ്നേഹയോട് എല്ലാം ക്ഷമിച്ചതുകൊണ്ട് തന്നെ ഞാനത് അവൾക്ക് കൊടുത്തോട്ടെ. അവളുടെ അമ്മയുടെ ഓർമ്മയെന്ന് പറയാൻ എൻ്റെ കയ്യിൽ അതേ ബാക്കിയുള്ളൂ. അച്ഛൻ അച്ഛൻ്റെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് അച്ഛൻ്റെ ഇഷ്ടം. അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. എങ്കിലും അച്ഛനത് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞങ്ങൾക്കാർക്കും സ്നേഹയോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും അച്ഛനതിന് കഴിഞ്ഞത് വലിയ കാര്യമാണ്. എല്ലാ മക്കളെയും പോലെ ഇപ്പോഴും അച്ഛന് സ്നേഹയെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അച്ഛനൊരു സംശയമില്ലാതെ തന്നെ ആ ആഭരണങ്ങളൊക്കെ സ്നേഹിക്ക് കൊടുക്കാം. അവളുടെ വിവാഹത്തിന്റെ സ്വപ്നങ്ങളിലൊന്ന് അച്ഛൻ അത് അവൾക്ക് കൊടുക്കുന്നതായിരുന്നു. അത് നടന്നില്ലെങ്കിലും ഇനി അത് അച്ഛന് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.